ലെബനാനിൽ ഇറാന്റെ സൈന്യം ഇറങ്ങിയിട്ടുണ്ട് എന്ന് സംശയിക്കുന്നു എന്ന തരത്തിലെ റിപ്പോർട്ട് പുറത്തു വന്നു. അറേബ്യൻ മീഡിയകളാണ് ആദ്യം ഈ റിപ്പോർട്ട് ചെയ്തത്. തങ്ങൾ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന ചില സൈനികരെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചു. ഏറെക്കുറെ അത് ഇറാന്റെ സൈന്യം തന്നെയാണ് എന്നുള്ളത്. ഇപ്പോഴത്തെ യുദ്ധത്തിന് ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഹിസ്ബുള്ള ഗ്രൂപ്പ് എന്ന് പറയുന്ന വിഭാഗത്തെ നേരിട്ട് ആക്രമിക്കുന്ന ഒരു പ്രവൃത്തിയായിരുന്നു ഇസ്രായേൽ ചെയ്തിരുന്നത്. വലിയ നാശനഷ്ടങ്ങളൊക്കെ അവർക്ക് ഉണ്ടായിട്ടുണ്ട്. അവിടെ ഹസൻ നസറുള്ള എന്ന് പറയുന്ന ഏറ്റവും വലിയ ആത്മീയ നേതാവ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരുപാട് സൈനിക മേധാവികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഏറെക്കുറെ ഹിസ്ബുള്ള ഗ്രൂപ്പിനെ നിശ്ചലമാക്കാൻ വേണ്ടി സാധിച്ചു എന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടിട്ടുണ്ട്. ഒരു പരിധി വരെ നമ്മൾ യുദ്ധത്തിൻ്റെ രീതി അവസ്ഥകൾ നോക്കുന്ന സമയത്ത് അത് ശരിയാണ്. എന്നാൽ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ്, അതായത് ഇസ്രായേൽ ഇറാൻ ആക്രമിച്ച് 4 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നീട് മറ്റൊരു തലത്തിലാണ് ഹിസ്ബുള്ള ഗ്രൂപ്പ് ഇസ്രായേലിനെ ആക്രമിച്ച് തുടങ്ങിയത്. അത് കരമാർഗം ആക്രമിക്കുന്ന രീതിയിലേക്ക് മാറി. അതായത് ഹിസ്ബുള്ള ഗ്രൂപ്പിൻ്റെ സൈന്യം അതിർത്തി പങ്കിടുന്ന ഇസ്രായേലിൻ്റെ സൈന്യത്തോട് മുഖാമുഖം ഏറ്റുമുട്ടിക്കൊണ്ട് അവരുടെ ഭൂമിയിലേക്ക് പ്രവേശിക്കുക. ഇത് ഈ കാലം വരെ ഇല്ലാത്തതാണ്. 1967 അറബ് ഇസ്രായേൽ യുദ്ധത്തിന് ശേഷം ഒറ്റപ്പെട്ട രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തുകയും ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ലെബനാൻ ചെയ്യാറുള്ളത്, അതായത് ഹിസ്ബുള്ള ഗ്രൂപ്പ് ചെയ്യാറുള്ളത്. അങ്ങനെ അന്ന് പിടിക്കപ്പെട്ട ഭൂപ്രദേശത്തിൻ്റെ ഏകദേശം 60-65% ഭൂപ്രദേശം പിടിച്ചെടുക്കാൻ വേണ്ടി സാധിച്ചു എന്ന് ഈ ലെബനൻ അവകാശപ്പെട്ടിട്ടുണ്ട്. അത് ഏറെക്കുറെ ഇസ്രായേൽ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്ര ഒന്നുമില്ല, കുറച്ചൊക്കെ പോയിട്ടുണ്ട് എന്നാണ് ഇസ്രായേൽ പറഞ്ഞത്. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഒരേ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തും. അത് ഇറാൻ നടത്തുന്നതും ഹിസ്ബുള്ള ഗ്രൂപ്പ് നടത്തുന്നതും ഒരേ രീതിയാണ്. അതിൽ ഗ്രാമീണ മേഖല, അതായത് അതിർത്തി പങ്കിടുന്ന രാജ്യം, ലെബനാൻ്റെ അതിർത്തി പങ്കിടുന്ന മെദുല എന്ന് പറയുന്ന പ്രദേശം, കിര്യത്ത് ഷമോണ എന്ന് പറയുന്ന പ്രദേശം, ഷിലോമി എന്ന് പറയുന്ന പ്രദേശം, നെഹറിയ സഫദ്, ഇത് രണ്ട് പ്രദേശമാണ്. ഈ പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ട് കരമാർഗം മുന്നേറുകയും ആകാശമാർഗം ഇറാൻ ബോംബിടുകയും ചെയ്യാം, അല്ലെങ്കിൽ മിസൈൽ പായിക്കുകയും ചെയ്യാം. ആകാശ കരയുദ്ധം തുല്യ രീതിയിൽ ഒരേ സമയത്ത് നടത്തുക. ഇതിലാണ് അന്താളിച്ചു പോയത്. അത് 2-3 ദിവസം അല്ലെങ്കിൽ ഒരു 4 ദിവസത്തിൻ്റെ ഇടയിലുള്ള ഇസ്രായേൽ നേരെയുള്ള യുദ്ധം ഇതുവരെ ഇല്ലാത്ത രൂപത്തിലും രീതിയിലുമാണ്. സാധാരണഗതിയിൽ അമേരിക്ക ഉപയോഗിക്കാറുള്ള തന്ത്രമാണ് പ്രയോഗിച്ചത്, ഇറാൻ പ്രയോഗിച്ചത്. അമേരിക്ക എന്താ തന്ത്രം ഉപയോഗിച്ചത്? ആകാശത്തോടെ നിരീക്ഷണം നടത്തുകയും യുദ്ധവിമാനങ്ങൾ പറത്തുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഭൂമിയിൽ ഈ അമേരിക്കയുടെ സൈനികരോട് മുന്നേറാൻ വേണ്ടി പറയുകയും ചെയ്യും. അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യങ്ങളുണ്ടെങ്കിൽ ആകാശ നിരീക്ഷണം നടത്തിയിട്ട് അവർ ആക്രമിക്കും. കരയുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം ഉണ്ടെങ്കിൽ ഇവർ ആക്രമിക്കും. തുല്യ രീതിയിൽ മുന്നേറുക. അത് ഇറാഖിൻ്റെ ബാഗ്ദാദ് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അവർ നീങ്ങിയിരിക്കുന്ന രീതി അങ്ങനെയായിരുന്നു. ബസ്ര വീണതോട് കൂടിയിട്ട് പിന്നെ അവരുടെ തന്ത്രങ്ങൾ ഇങ്ങനെയാണ്. ഒരു മേഖല, അതായത് ആകാശ മേഖല അമേരിക്കയുടെ സൈനികർ, ഭൂമിയുടെ മേഖല അമേരിക്കയുടെ ഈ ടാങ്കുകൾ പോലെയുള്ള അങ്ങനെ യുദ്ധ സാമഗ്രികളും സംവിധാനങ്ങളും തുല്യ രീതിയിൽ നീങ്ങി. ഈ പ്രവൃത്തി എന്ത് ചെയ്തിട്ടുണ്ട്? ലെബനാനിൽ ഇറാൻ പ്രയോഗിച്ചു, അതിലവർ വിജയിച്ചു എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഇറാൻ്റെ സൈനികർ ലെബനാനിലുണ്ട്. 2 തരത്തിൽ അവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഒന്ന്, ഇവർക്ക് പ്രാക്ടിക്കൽ നൽകാൻ വേണ്ടിയിട്ട്, രണ്ടാമത്തെ ഇവരോടൊപ്പം യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ടല്ല, പക്ഷേ പ്രാദേശിക തലത്തിലുള്ള റിപ്പോർട്ടൊക്കെ പല ഘട്ടങ്ങളിലും സത്യമാവാറുണ്ട്. ഇപ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്: 2 നദിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ മേഖലയിലുള്ള ഈ പാലങ്ങൾ തകർക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ ഉത്തരവിട്ടു. ലെബനാനിൽ നിന്ന് ഈ ഇസ്രായേലിലേക്ക് വരുന്ന പാലം, അത് ഹസ്ബാനി നദി എന്ന് പറയുന്ന ഒരു നദിക്കരയാണ് അത് പാലമുള്ളത്. പിന്നെയുള്ള വസ്സാനി നദി, ഹസ്ബാനി വസ്സാനി, ഈ 2 നദിയുമായിട്ട് ബന്ധപ്പെട്ട പാലങ്ങൾ തകർക്കപ്പെട്ട് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ എന്താൻ പറ്റില്ല, ഇവരിങ്ങോട്ട് വരും. അത് അത്രയും ശല്യം ഹിസ്ബുള്ള ഗ്രൂപ്പിൽ നിന്ന് ഇസ്രായേൽ അനുഭവിക്കുന്നുണ്ട് എന്നതിൻ്റെ ഏറ്റവും തെളിവായിട്ട് തന്നെ ഇതിനെ വ്യാഖ്യാനിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഹൈവേ റോഡുകളൊക്കെ ഈ തകർക്കുന്ന രീതിയിലുള്ള മൈനിങ് പോലെയുള്ള സംഭവങ്ങൾ വെച്ചുകൊണ്ട് തകർക്കാനുള്ള ഈ നിർദ്ദേശം സൈനികർക്ക് നൽകുകയും ചെയ്തു. സൈനികർ പിന്നെ ആ പ്രവൃത്തി ചെയ്യുമല്ലോ. അപ്പോൾ ആകാശ നിരീക്ഷണം നമ്മൾ ഭൗമ നിരീക്ഷണം പറഞ്ഞു. പിന്നെ അതിലുള്ള ഒരു മുദ്രാവാക്യം അവിടെ ഉയർന്നു വന്നു എന്നുള്ളതാണ്: ഞങ്ങളുടെ യുദ്ധം പാലസ്തീൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും അവർക്ക് വേണ്ടിയുള്ളതാണ്. നമുക്കറിയാം, ഷിയ മിലീഷ്യകളാണ് ഈ പറയപ്പെട്ട ഹിസ്ബുള്ള ഗ്രൂപ്പ്. ഷിയാക്കളാണ് ഇറാനിലുള്ളത്, ഇറാഖിലുള്ളത്, ആ മേഖലയിലുള്ള എല്ലാം അവരാണ്. ഈ പാലസ്തീൻ എന്ന് പറയുന്നത് സുന്നി രാജ്യമാണ്. ആ വിഭാഗീയത രീതിയിൽ പറയുകയാണ് സുന്നി രാജ്യമാണ്. 37 രാജ്യങ്ങൾ സുന്നി രാജ്യമുണ്ട്. ഒരു രാജ്യവും ഇങ്ങനെയുള്ള ഒരു ആശയപരമായ രീതിയിൽ ഈ ആക്രമിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ എന്തെങ്കിലും നിലപാട് പറയാനോ മുന്നോട്ട് വന്നിട്ടില്ല. എന്നാൽ ഈ ഷിയ വിഭാഗം അവരുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രാധാന്യമായിരിക്കുന്ന ഘടകമാക്കി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുന്നേറുന്നു എന്നുള്ളത് നിസ്സാരമായിരിക്കുന്ന കാര്യമല്ല.
അപ്പോൾ ഇതിൻ്റെ ഇടയിൽ തന്നെ ഏകദേശം 85 ഇസ്രായേലി സൈനികർക്ക് പരിക്കേറ്റു. 20-ലധികം ആളുകളുടെ നില ഗുരുതരമാണ് എന്ന് പറഞ്ഞു. 4 ആൾക്കാരൊക്കെ മരിച്ചു പോയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്, സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ഈ ഒരു രീതിയിലേക്ക് അതിശക്തമായിരിക്കുന്ന കരവ്യോമ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നു. ലെബനാനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തുക എന്നുള്ളത് ഇസ്രായേൽ മുൻപേ ചെയ്തിരിക്കുന്ന പ്രവൃത്തിയാണ്. കാരണം അതിർത്തി പങ്കിട്ടുകൊണ്ട് ഏറ്റവും വലിയ വിഷയങ്ങൾ എല്ലാ കാലത്തും ഉണ്ടാക്കിയത് ലെബനാനാണ്. സിറിയ അതിർത്തി പങ്കിടുന്നുണ്ട്, ഈജിപ്ത് അതിർത്തി പങ്കിടുന്നുണ്ട്, ജോർദാൻ അതിർത്തി പങ്കിടുന്നുണ്ട്. പക്ഷേ ഇവരെക്കാലൊന്നും ശല്യം ഉണ്ടാവില്ല, പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അവർക്ക് അനുകൂലമായിരിക്കുന്ന ഏറെക്കുറെ സിറിയയുടെ അകത്തുനിന്ന് ഉണ്ടാവുമായിരുന്നു. സിറിയൻ്റെ അകത്തുനിന്ന് ഷിയ മിലീഷ്യകൾ ശക്തമായിരിക്കുന്ന ആക്രമണം ഇസ്രായേൽ നേരെ നടത്തിയിരുന്നു. പക്ഷേ അവിടെ ഭരണം അട്ടിമറിഞ്ഞു. ബഷർ അസദ് അദ്ദേഹം രാജ്യം വിട്ടുപോയി. ബഷർ അസദ് എന്ന് പറയുന്ന സമയത്ത് അത് ഷിയ പക്ഷക്കാരനാണ്. രാജ്യം വിട്ടുപോയതോട് കൂടിയിട്ട് പിന്നീട് ഈ മേഖലയിൽ നിന്ന് ആ തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ മേഖല, അതായത് സിറിയ ഏകദേശം ഫ്രീ ആയി പോയിട്ടുണ്ട് എന്നുള്ളതും അതുമായി ബന്ധപ്പെട്ട ഒരു എതിർപ്പോ കാര്യങ്ങളോ ഇല്ലാത്ത രീതിയിലുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് വളരെ കൃത്യമാണ്. എന്നാൽ ജോർദാൻ അമേരിക്കയുടെ ബിനാമി പോലെയാണ്. അമേരിക്ക എന്താണോ പറഞ്ഞത് അതാണ് ചെയ്യുക. ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് യുദ്ധവിമാനങ്ങൾ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. ജോർദാനിൽ അമേരിക്കയുടെ സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ഗസയുമായിട്ട് യുദ്ധം നടക്കുന്ന രൂക്ഷമായിരിക്കുന്ന ആ സമയത്ത് ഹിസ്ബുള്ള ഗ്രൂപ്പ് ആക്രമണം നടത്തുകയും 3 അമേരിക്കൻ സൈനികർ കൊല്ലുകയും 11 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ചില റിപ്പോർട്ടിൻ്റെ അകത്ത് 11 മരണം 3 പേർക്കും അങ്ങനെയും പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് ആ മേഖലയൊക്കെ ആക്രമിക്കാൻ കഴിയുമെന്ന് ചുരുക്കം. അപ്പോൾ ജോർദാനിൽ അങ്ങനെയാണ്. ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം ഹുസ്നി മുബാറക്കിൻ്റെ ഭരണം കഴിഞ്ഞതിന് ശേഷം പിന്നീട് വന്ന ഭരണങ്ങളൊക്കെ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും താല്പര്യത്തിനനുസരിച്ച് നീങ്ങുന്ന ഭരണാധികാരികളാണ് വന്നത്. അപ്പോൾ ജോർദാൻ ആണെങ്കിലും ഈജിപ്ത് ആണെങ്കിലും സിറിയ ആണെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ പാലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വൈകാരികമായി ഇടപെടാത്ത രാജ്യമാണ്. വലിയ ഇടപെടൽ ഇവർക്ക് വേണ്ടി നടത്തുന്നുണ്ട് എന്നും ചുരുക്കം. ശേഷിക്കുന്നത് ഒരു ലെബനാൻ. ആ ലെബനാനാണ് വലിയ തലവേദന. അപ്പോൾ ലെബനാനിലേക്ക് എങ്ങനെയാണ് ഇറാൻ സൈന്യത്തെ അയക്കുന്നത്, അല്ലെങ്കിൽ ഇവിടേക്ക് എത്തുന്ന ആയുധങ്ങൾ എത്തിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ളത് ഇപ്പോഴും അജ്ഞാതമാണ്. ഒരു തരത്തിലും അത് മനസ്സിലായിട്ടില്ല. ഇപ്പോൾ നേർക്കുനേരെ ഈ ഇസ്രായേൽ തന്നെ സമ്മതിച്ചിരിക്കുന്ന കാര്യം, അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് ലെബനാൻ്റെ അക്രമം അസഹ്യമായിരിക്കുന്നു, കനത്ത തിരിച്ചടി ഞങ്ങൾ നൽകുമെന്നാൽ കനത്ത തിരിച്ചടി നൽകണമെങ്കിൽ അതിനനുസരിച്ച് ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അവിടെയാണ് ഇറാൻ്റെ ഇടപെടൽ. കഴിഞ്ഞ 2-3 ദിവസത്തെ ഇടപെടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം എന്ന് പറയുന്നത് നിസ്സാര സംഭവങ്ങളൊന്നുമല്ല. സൈനിക മേഖല ആക്രമിച്ചു. അവരുടെ ആണവായുധ മേഖല പോലും ആക്രമിക്കപ്പെട്ടു. ഡിമോണ ആണവായുധം എന്ന് പറഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ആണവ മേഖലയാണ്. സിറിയയാണ് അവർക്ക് ഇതിൻ്റെ സാങ്കേതിക വിദ്യ കൊടുത്തതെന്ന് പറയുന്നു, അല്ല അമേരിക്കയാണ് കൊടുത്തതെന്ന് പറയുന്നു. അവർ രണ്ടും ആരല്ല, ബ്രിട്ടനാണ് കൊടുത്തതെന്ന് പറയും. ഏതാണെങ്കിലും അവരുടെ കൈവശത്തിൽ 10-35 ആണവായുധം ഉണ്ട് എന്ന് നമ്മൾ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് കാണാൻ വേണ്ടി സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ആണവായുധമുള്ള രാജ്യം തന്നെയാണ് ഇസ്രായേൽ. അപ്പോൾ ഈ രാജ്യങ്ങളൊക്കെ പല ഘട്ടങ്ങളിലും ഇസ്രായേലിനെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതും കൃത്യമാണ്. വളരെ സുരക്ഷിതമായിരിക്കുന്ന, ഒരു തരത്തിലും ഒരു ശത്രുപക്ഷം എത്താത്ത തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടാണ് ഡിമോണ ആണവ കേന്ദ്രം ഇസ്രായേൽ നിർമ്മിക്കുകയും അതിൻ്റെ പ്രവർത്തികൾ ഇപ്പോഴും നടത്തുകയും ചെയ്യുന്നത്. ഇതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ ആക്രമണം നടത്തി എന്ന് പറഞ്ഞാൽ, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഉണ്ടായതിനു ശേഷം ഇതാദ്യമായിട്ടാണ് ഒരു രാജ്യം കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിക്കുന്നത്. ഇസ്രായേലിൻ്റെ അതിർത്തി പ്രദേശത്തേക്ക് ഒരു മിസൈൽ കീറിയാൽ പോലും തകർക്കാൻ പാകത്തിലുള്ള സംവിധാന കാര്യങ്ങൾ എല്ലാ കാലത്തും ഒരുക്കിയിരിക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ അയൺ ഡോമിനെ കേൾക്കാറുണ്ട്, ആരോത്തരെ കേൾക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് പ്രതിരോധ സംവിധാനങ്ങളുണ്ട്. എല്ലാം തകർക്കപ്പെട്ട രീതിയിലാണ് ഇറാന് മുന്നേറാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്ന വിഷയം, ലെബനാനെ കേന്ദ്രീകരിച്ച് കൊണ്ടുള്ള കരയുദ്ധം അത് ഇസ്രായേലിൻ്റെ വല്ലാത്ത രീതിയിൽ അടിവയറ്റിൽ പണി കിട്ടിയിരിക്കുന്നു എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അവരുടെ മരണത്തെക്കുറിച്ചോ പരിക്കേറ്റവരെക്കുറിച്ചോ ഈ ഒരു റിപ്പോർട്ടും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. നിരന്തരം ഹെലികോപ്റ്റർ ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നു. മണിക്കൂർ ഇടവിട്ട് എന്നൊക്കെയാണ് പറയുന്നത്. എന്തിനാണ് ഹെലികോപ്റ്റർ വരുന്നത്? ഇസ്രായേൽ സൈന്യത്തെ പരിക്കേറ്റുന്നവരെ വളരെ അടിയന്തരമായ രീതിയിൽ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഇസ്രായേലിൻ്റെ പട്ടണത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഹെലികോപ്റ്റർ വരുന്നത്. അപ്പോൾ അങ്ങനെ ആ സമയത്ത് മണിക്കൂർ ഇടവിട്ട് എന്ന് പറയുന്ന സമയത്ത് 24 മണിക്കൂർ യുദ്ധം നടന്നിട്ടുണ്ടെങ്കിൽ 24 പ്രാവശ്യം വന്നിട്ടുണ്ട് എന്നാകുന്ന സമയത്ത് ഒന്നുകിൽ 24 സൈനികർ മരണപ്പെട്ടിട്ടുണ്ട്, അല്ല അവർക്ക് മാരകമായിരിക്കുന്ന പരിക്കേറ്റിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. മുമ്പ് പറയപ്പെട്ടതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ലെബനാനെ സംബന്ധിച്ചിടത്തോളം ഇതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടുത്തെ പാലം തകർക്കുക, അവിടെ ഇൻഫ്രാസ്ട്രക്ചർ തകർക്കുക, നാഷണൽ ഹൈവേ ആയിട്ട് ബന്ധപ്പെട്ട സംവിധാനങ്ങൾ തകർക്കുക, അവർ കുടിവെള്ളവുമായിട്ട് ബന്ധപ്പെട്ട മേഖല തകർക്കുക, അത് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും, അതായത് ജീവനല്ല ജീവിതത്തെ സാരമായിട്ട് ബാധിക്കുന്ന തരത്തിൽ ഇടപെടൽ നടത്തണം എന്നുള്ളതാണ് ഇറാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ എല്ലാം നശിക്കപ്പെട്ടു പോയി എന്നുള്ളതാണ്. മുന്നേറാൻ വേണ്ടി സാധിക്കുന്നില്ല. കരമാർഗം ബ്ലോക്ക് ചെയ്യപ്പെട്ടതോടുകൂടി ഇസ്രായേലും ലെബനാൻ്റെ സൈന്യം, അത് ഹിസ്ബുള്ള ഗ്രൂപ്പ് മുഖാമുഖം ഏറ്റുമുട്ടുന്നിടത്തേക്ക് കാര്യങ്ങളെത്തി.
ഇത് അത്ര പന്തിയല്ല എന്നുള്ളത് ഇസ്രായേൽ മനസ്സിലാക്കിയതോടുകൂടി ഇസ്രായേൽ പതുക്കെ ചില മേഖലയിൽ നിന്ന് പിന്മാറ്റം തുടങ്ങി. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ആകാശ ആക്രമണമായിട്ട് ഇതേ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ലക്ഷ്യം കണ്ടുകൊണ്ടുള്ള ആക്രമണം ഇറാൻ നടത്തും, മിസൈൽ ആക്രമണം. അതിനാലെ നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാകുന്നു. അപ്പോൾ കരയുദ്ധത്തിനും ആകാശ യുദ്ധത്തിനും തയ്യാറായി വലിയൊരു സൈനിക വിഭാഗം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.